ശ്രീ വി മുരളീധരൻ, കുറച്ചു മുമ്പ് എ പത്മകുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാൾ പറയുന്നു 6 കിലോ സ്വർണം കാണുന്നില്ല, അങ്ങനെയാണ് വിവാദം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ശബരിമലയിൽ നിന്ന് ഈ പാളികൾ ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയില്ലാതെ, ദേവസ്വം ബെഞ്ച് അറിയാതെ നന്നാക്കാൻ കൊണ്ടുപോയി എന്ന ഒരു വാർത്തയിൽ നിന്ന്, എന്ന ഒരു വിവരത്തിൽ നിന്ന് ദേവസ്വം ബെഞ്ച് ഇടപെട്ട് അന്വേഷണം നടത്താനും വിജിലൻസ് അന്വേഷണം നടത്താനും ആ വിജിലൻസ് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടുള്ള ഉത്തരവിൽ തന്നെ കൃത്യമായി അവിടെ അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്ന സംശയങ്ങൾ ചൂണ്ടിക്കാണിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്നത്. അത് രാഷ്ട്രീയമായി മാത്രമുണ്ടായ വിവാദം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അല്ല, ഈ രാഷ്ട്രീയമായിട്ടുള്ള വിവാദമാണെന്ന് അദ്ദേഹം പറയുന്നതിന്റെ അടിസ്ഥാനത്താന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 6 കിലോന്റെ കാര്യം ആരും പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല, മറ്റാരും പറഞ്ഞിട്ടില്ല. കോടതിയാണ് പറഞ്ഞത് 4 കിലോ സ്വർണത്തിന്റെ തൂക്കത്തിൽ കുറവുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കോടതി പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതാണെന്ന് ആണ് ഇദ്ദേഹം പറയുന്നതെങ്കിൽ അദ്ദേഹം കോടതിക്കെതിരായിട്ട് കോടതിയുടെ ഉത്തരവില് മോട്ടീവ്സ് ആരോപിക്കുകയാണ്. അതൊരു ശരിയായിട്ടുള്ളൊരു രീതിയല്ല. പിന്നെ രാഷ്ട്രീയ പ്രവർത്തകൻ ആയിട്ടുള്ള ഒരാള്, ഇപ്പൊ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്, പക്ഷെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല, ഞാൻ അയ്യപ്പ ഭക്തനും കൂടിയാണ്. ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടപ്പോ ആ ആചാരങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരാൾ തന്നെയാണ്. ആ കാലത്ത് സന്നിധാനത്തിൽ നാമജപം നടത്തിയ ആളാണ്. അപ്പൊ അതുകൊണ്ട് പത്മകുമാർ മറുപടി പറയേണ്ടത് 99-ൽ സ്വർണം പൂശി എന്ന് കോടതി പറയുന്ന കാര്യം മാത്രമല്ല, മാതൃഭൂമി പത്രം തന്നെ, പത്രത്തിലെ കട്ടിങ് നിങ്ങൾ തന്നെ എടുത്ത് കാണിച്ചല്ലോ ഇന്നലെ. നിങ്ങൾ തന്നെ കാണിച്ചു. 99-ൽ വിജയ് മല്യ 30 കിലോ സ്വർണം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അതിൽ ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ സ്വർണം പ്ലേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മാതൃഭൂമിയും രാഷ്ട്രീയ പ്രേരിതമായിട്ട് പറയുകയാണെന്ന് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞിട്ട് ഉത്തരം പറയാതെ രക്ഷപ്പെടുന്നതിൽ ഒരർത്ഥമില്ല. മാത്രമല്ല, ഇതിൽ പത്മകുമാറിന് മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രൻ ആ കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്നല്ലോ. 2016 മുതൽ 21 വരെ ദേവസ്വം മന്ത്രിക്ക് ഇതിൽ ഉത്തരവാദിത്വമില്ലേ? ദേവസ്വം മന്ത്രി എന്താ ഇക്കാര്യത്തിൽ മിണ്ടാതെ ഒഴിഞ്ഞു മാറുന്നത്? അതുകൊണ്ട് പത്മകുമാറും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറും ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ നിന്ന് വന്നു? ആര് തീരുമാനിച്ചു? ഈ സ്വർണം 99-ൽ സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പ്ലേറ്റിംഗ്, ആ പ്ലേറ്റിംഗ് 2019 ആയപ്പോ സ്വർണമല്ലാതെ ചെമ്പ് മാത്രമായത് എങ്ങനെയാണ്? അതിനിടയിൽ എവിടെയാണ് നഷ്ടപ്പെട്ടത്? ഇതൊക്കെ ആ കാലത്തുള്ള ആൾക്കാരാണ് പറയേണ്ടത്. 2019-ൽ ചെമ്പാണ് എന്ന് പറയണമെങ്കിൽ അതിനിടയിൽ എവിടെ നിന്നാണ് പോയത് എന്ന് അവർ പറയണം. പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. ശ്രീ വി മുരളീധരൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോടതി ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത് കൊണ്ട്, കോടതി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടതുകൊണ്ട് ഇനി എല്ലാം കോടതിയുടെ അന്തിമവിധി വന്നതിന് ശേഷം മാത്രം ഉരുവിടാൻ പാടുള്ളതാണ് എന്ന ഒരു നയമെടുത്തിരിക്കുകയാണ്. കോടതി വിധിയിൽ വ്യക്തമായി പറയപ്പെടുന്ന സംശയാസ്പദമായ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഇനി പ്രതികരണമില്ല. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ അന്നത്തെ ദേവസ്വം മന്ത്രി ഒന്നും ഇനി ഇതിൽ പ്രതികരിക്കാൻ ബാധ്യസ്ഥരല്ല. ഇനി എല്ലാം കോടതി പറയട്ടെ എന്നാണ്. അല്ല, കോടതി ഇവർക്ക് ഒന്നും അറിയാത്തതിനെ കുറിച്ചാണ് ചോദിച്ചത്. ഇവർക്ക് അറിയില്ല എന്ന് അവർ സമ്മതിക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ പിന്നെ ആരാ ഇവരവിടെ എന്തിനാ ഇരുന്നത്? ഇവർ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണോ 3 കൊല്ലോ 4 കൊല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയുമായിട്ട് ഇരുന്നത്? അന്നത്തെ കാര്യം ഞങ്ങൾക്കൊന്നും അറിയില്ല. കോടതി ഉത്തരവിട്ടത് കൊണ്ട് ഇനിയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവരാരും കോടതിയിൽ പ്രതികളല്ല. കോടതിയിൽ ഇവർക്കെതിരായിട്ട് ഇതുവരെ ഇവരെ പ്രതിയാക്കിയിട്ട് വെച്ചിട്ടില്ല. അപ്പൊ അന്നത്തെ ഉത്തരവാദിത്തമുള്ള ആൾക്കാർ എന്നുള്ള നിലയിൽ മാധ്യമങ്ങൾ ഈ വിഷയം സജീവമായിട്ട്, ജനങ്ങളുടെ താല്പര്യമുള്ള ഒരു വിഷയം എന്നുള്ള നിലയിൽ മാധ്യമങ്ങൾ ഈ വിഷയം എടുക്കുമ്പോൾ ഈ നിഷേധാത്മകമായിട്ടുള്ള സമീപനവും ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇവർക്ക് പലതും ഒളിച്ചു വെക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വി മുരളീധരൻ ഞങ്ങളോട് സംസാരിച്ചതിന്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ബിജെപിയുടെ ശ്രീ വി മുരളീധരന്റെ നിലപാട്.